കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാൻ വരണ്ടേ? എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ കിഴക്ക് വശത്ത് വന്നിട്ട് കിഴക്കേ നടയിലുള്ള ഗണപതി അമ്പലത്തിൽ വന്നിട്ട് ഗണപതിയെ തൊഴാം. അവിടെ വന്ന് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങി സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ പ്രാർത്ഥിച്ച് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ കഴിഞ്ഞു, അങ്ങോട്ട് കയറുകയാണ്. അങ്ങനെ കയറിയിട്ട് നേരെ ആ വാതിൽപ്പടിയുടെ അവിടെ എത്തി. കുറച്ചൊക്കെ തിരക്കുണ്ട്, ശനിയാഴ്ചയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവുകയാണ്. ഇടത്തെ വശത്തേക്ക് നോക്കുമ്പോൾ മേൽപ്പത്തൂർ ഇരുന്ന നാരായണീയം എഴുതിയ അവിടെ നിന്ന് നോക്കി സ്മരിക്കുക അദ്ദേഹത്തെ. അതേപോലെ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മളിങ്ങനെ വലതേ സൈഡിലൂടെ നടക്കുമ്പോൾ ശ്രീകോവിലുള്ള ആ പൊന്നിൻ്റെ നെയ്വിളക്കിൻ്റെ പ്രഭ അങ്ങനെ കാണുകയാണ്. അങ്ങനെ വന്ന് തൊഴുത് വരുമ്പോൾ ആളുടെ കാലുകൾ കാണാനുണ്ട്. കാലിൻ്റെ മുകളിൽ പൊന്തളകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മരത്തിൻ്റെ ചില്ലകൾ കാണാനുണ്ട്. ആൽമരത്തിൻ്റെ മുകളിൽ ഇരിക്കുക കേട്ടോ, നവനീത ചോരനായിട്ടാണ്. നല്ല രസമായിട്ടാണല്ലോ ഒരുത്തിന്. മഞ്ഞപ്പട്ട് ഒക്കെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത് വളരെ സുന്ദരനായിട്ടിങ്ങനെ ഗോപസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരു കോടക്കാർ വർണ്ണ കണിമ കാൺമാൻ എന്ന് പറഞ്ഞ പോലെ ആളങ്ങനെ അവിടെ ആ ഗോപസ്ത്രീകളുടെ ആ തുകിലൊക്കെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ആ ആലിൻ്റെ കൊമ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, രാമനാരായണ എന്ന് പറഞ്ഞ പോലെ ആ രണ്ട് കൈ കൊണ്ടും പൊന്നോടക്കുഴലിങ്ങനെ അങ്ങനെ വായിക്കുകയാണ്. താഴത്തെ ഗോപസ്ത്രീകളൊക്കെ എൻ്റെ വസ്ത്രം തരൂ എന്ന് അറിയണമെന്നൊന്നും അദ്ദേഹം കേൾക്കണില്ല. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്നത്തെ നമ്മളെ ശ്രീലകത്തെ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഉള്ള ആ കളഭാലങ്കാരം. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ്. അതുപോലെ ഭവദാസ്വദിക്കനാണ് ഇന്ന് കളഭാലങ്കാരം ഉണ്ടായിരുന്നത്. നല്ല രസമായിട്ടുള്ള ചാർത്താണ് ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ടാണ് ആ ആലും കൊമ്പൊക്കെ ഇങ്ങനെ വരച്ചിട്ട് കളഭം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇലകളൊക്കെ വെച്ച് പിടിപ്പിച്ച് പൊന്നോടക്കുഴലിങ്ങനെ വെച്ച് വായിക്കുന്ന ആ പൊന്നുണ്ണിയാണ്. ആ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും കനകാമ്പര കളറും അങ്ങനെ 3 കളറായിട്ടുള്ള 2 ഉണ്ടമാലകളുണ്ട്. പിന്നെ തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല തെച്ചിയും തുളസിയായിട്ടുള്ള തുളസിമാലയാണ്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 2-4 ഉണ്ടമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ വളരെ ഭംഗിയായിട്ടുള്ള കളഭാലങ്കാരമാണ്. പൊന്നിൻ്റെ ഗോപിയൊക്കെ വെച്ചിട്ടുണ്ട്. ഗോപീതിലകൊക്കെ തൊട്ട് കൈവളകളും കാൽവളകളും മാറത്തൊരു ഗോപീതിലകുണ്ട്. അതിൻ്റെയൊക്കെ ആ നെയ്വിളക്കിൻ്റെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ അവിടെ നിന്നുള്ള പ്രതിഫലനം ആണ് എത്തുന്നത്, ഭക്തരിലേക്ക് എത്തുന്നത്. വളരെ സന്തോഷകരമായൊരു കാഴ്ചയാണ് ഇന്നത്തെ ശ്രീലകത്തുള്ളത്. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയുടെ താഴെയാണ് ശ്രീലകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ പ്രസാദിക്കും. അങ്ങനെ കണ്ട് തൊഴുതു. ഇനി നേരെ തൊഴുതിറങ്ങുകയാണ്. അങ്ങനെ നേരെ വരുമ്പോൾ തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കുക. കാരണം ആ പ്രസാദമൊക്കെ ഉണ്ടാക്കുന്ന നേദ്യമൊക്കെ ഉണ്ടാക്കുന്നതും അതേപോലെ ഗണപതി ഹോമം നടത്തുന്നതുമായ പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടേക്ക് നോക്കി തൊഴുക. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. വളരെ സുന്ദരനായിട്ട് തന്നെയാണെന്ന് ആ വിഘ്നേശ്വരൻ ഇരിക്കുന്നത്. മുഖമൊക്കെ നന്നായിട്ട് ചന്ദന ചാർത്തുണ്ട്. നല്ല രസമായിട്ടുള്ള ചാർത്താണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ തൊഴുത് സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ആ ചെറിയ ഗണപതിനെയൊക്കെ കണ്ട് ഇങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെ ആ സൈഡിലുണ്ട്. ഗണപതി കോവിലിൻ്റെ പുറകുവശത്തായിട്ട് മേൽശാന്തിര അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ തൊഴുത് പത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അനന്ത പത്മനാഭൻ സ്വാമീനെ നിറയെ പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ടെന്ന്. നിറയെ തുളസിപ്പൂക്കൾ ഇങ്ങനെ വിധാനമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു തൊഴുത് നേരെ പുറകുവശത്ത് ഇങ്ങോട്ട് ശ്രീകോവിലിന് പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് അങ്ങനെ രാമനെ ബലരാമനെ ശ്രീരാമനെ എല്ലാവരും കണ്ട് അങ്ങനെ വരുമ്പോൾ ആ കണ്ണനെ വീണ്ടും കണ്ടു തൊഴാം. ആരോ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട് കണ്ണന്. അങ്ങനെ വീണ്ടും മുരുകസ്വാമീനെ കാണാം, ആഞ്ജനേയനെ കാണാം. ആഞ്ജനേയൻ്റെ അവിടുന്ന് കുങ്കുമമൊക്കെ ചാർത്തിയിട്ട് ഒക്കെ എടുത്ത് തൊഴാം. തൊട്ട് അങ്ങനെ വീണ്ടും ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഗ്രില്ലിനപ്പുറത്ത് കിടന്ന് കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള താമരക്കണ്ണനെ കണ്ടു തൊഴാം. അങ്ങനെ ആ മണിക്കിണർ നോക്കിയിട്ട് തൊഴാം. അതുപോലെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നൃത്താറ കാണാം. നൃത്താറയിൽ നമ്മുടെ കണ്ണൻ കളിക്കുന്നു, നൃത്തം ചെയ്യുന്നു എന്ന് കണ്ട് അങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കവിടെ കാണാം. അങ്ങനെ കുറൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ പ്രസാദമൊക്കെ കൊണ്ടുവന്ന് പ്രസാദമൊക്കെ വാങ്ങാം. വാങ്ങി നേരെ എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാൻ പോവാം. ഭഗവതിയുടെ അവിടെയും തിരക്ക് തന്നെ കേട്ടോ. അങ്ങനെ അവിടെ വന്ന് ഭഗവതിയെ കാണാം. അവിടെ ഇന്ന് നല്ല ചുവന്ന പൊട്ടൊക്കെ ധരിച്ച് വസ്ത്രമൊക്കെ വളരെ പട്ടൊക്കെ നന്നായിട്ട് ഞൊറിഞ്ഞെടുത്തിട്ട് നിറയെ പൂക്കളാൽ അലങ്കൃതമായിട്ടാണ്. നാളെയാണ് ഇപ്പോൾ താലപ്പൊലി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലാണ് അമ്മ ഇരിക്കുന്നത്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ അമ്മയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കുക മമ്മിയൂരപ്പന്. അതിനുശേഷം നേരെ കൊടിമരത്തേക്ക് നോക്കാം. കൊടിമരത്തിൻ്റെ അവിടെ വരുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ശ്രീലകത്തേക്ക് പോയി നോക്കിയാൽ ആലിൻ്റെ കൊമ്പത്തിരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ വികൃതിക്കുട്ടനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ. ഒന്നുകൂടിയും കാണാം. അങ്ങനെ കണ്ട് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരാം, അവിടെ ഒന്ന് തൊഴാം. അത് കഴിഞ്ഞാൽ ഇനി അയ്യപ്പൻ്റെ അവിടെ വരിക. അയ്യപ്പൻ്റെ അവിടെ അത് അയ്യപ്പസ്വാമി നല്ല മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. കളവും കൊണ്ടുള്ള അലങ്കാരമൊക്കെ ആയിട്ട് നിറയെ പൂക്കളാൽ അലങ്കൃതമാണ്.
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ടു വന്നിച്ച് ഒന്ന് പ്രദക്ഷിണമായിട്ട് ഇനി പടിഞ്ഞാറ് നടയിലേക്ക് വരാം. പടിഞ്ഞാറ് നടയിൽ വരുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കാണാം. അതുപോലെ ആ കൊടിമരത്തിൻ്റെ മുകളിലെ വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ വന്നു. ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടി. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.